സഹോദരങ്ങളെ, നിങ്ങൾക്കറിയുമോ, നമ്മുടെ ജീവിതത്തിന് നേരെ വന്ന ചില പ്രശ്നങ്ങൾ നമ്മളെ കീഴടക്കാതിരുന്നതിൻ്റെ കാരണം എന്താണെന്ന് നിങ്ങൾ എന്തെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? പലപ്പോഴും നമ്മുടെ തല വെട്ടിക്കളയുമെന്ന് പറഞ്ഞ് ആക്രോശിച്ച് നടന്ന ചില സംഗതികൾ നമ്മുടെ ജീവിതത്തിന് മീതെ വരാതിരുന്നത് എന്തുകൊണ്ടാണെന്നറിയാമോ? പലപ്പോഴും നമ്മുടെ സ്വന്തം ഇടങ്ങളിൽ നമ്മളെ പാർപ്പിക്കത്തില്ല, നമ്മളെ അവിടെ നിന്ന് പറിച്ചു മാറ്റിക്കളയുമെന്നൊക്കെ പറഞ്ഞ് വെല്ലുവിളിച്ച് വന്ന ആ വെല്ലുവിളികൾ നമ്മുടെ ജീവിതത്തിന് മീതെ വാഴാൻ സാഹചര്യം ഇല്ലാതെ പോയത് എന്തുകൊണ്ടാണെന്നറിയാമോ? പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ വന്നു കയറും എന്ന് നമ്മൾ പ്രതീക്ഷിച്ച ഇനി ഒരു മുന്നേറ്റത്തിന് സാഹചര്യമല്ലെന്ന് പറഞ്ഞ ആ വിഷയങ്ങൾക്ക് മീതെ നിൽക്കാൻ ഇന്നും ദൈവം നമുക്ക് കരുത്ത് നൽകിയതിൻ്റെ കാരണം എന്തായിരിക്കും എന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? ബൈബിൾ അതിനൊരു കാരണം പറയുന്നുണ്ട്. ഉൽപ്പത്തി പുസ്തകം 31-ാമത്തെ അധ്യായം അതിൻ്റെ 24-ാമത്തെ വാക്യം. ഉൽപ്പത്തി പുസ്തകം 31-ാമത്തെ അധ്യായം അതിൻ്റെ 24-ാമത്തെ വാക്യം. അവിടെ ലാബാൻ എന്ന് പറയുന്ന ഒരു മനുഷ്യനോട് ദൈവം ഇറങ്ങി വന്നിട്ട് പറയുന്ന ഒരു വാക്കാണ് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. നീ യാക്കോബിനോട് ഗുണമെങ്കിലും ദോഷമെങ്കിലും പറയാതിരിപ്പാൻ സൂക്ഷിച്ചു കൊള്ളുക. നീ യാക്കോബിനോട് ഗുണമെങ്കിലും ദോഷമെങ്കിലും പറയാതിരിപ്പാൻ സൂക്ഷിച്ചു കൊള്ളുക. എന്തുകൊണ്ടാണ് നമ്മുടെ ജീവിതത്തിൽ വന്ന പ്രശ്നങ്ങൾ നമ്മുടെ തലയ്ക്ക് മീതെ വാഴാൻ സാഹചര്യമില്ലാതെ പോയത്? എന്തുകൊണ്ടാണ് നമുക്ക് വന്ന രോഗം നമ്മളെ കീഴടക്കാതിരുന്നത്? എന്തുകൊണ്ടാണ് നമുക്ക് നേരെ വന്ന വെല്ലുവിളികൾ നമ്മളെ ജയിക്കാതെ പോയത്? കാരണം ഇത്രയേ ഉള്ളൂ, നമുക്ക് വേണ്ടിയിട്ട് കർത്താവ് ആരോടൊക്കെ കൽപ്പിച്ചിരുന്നു എന്നാണ്. ഇവിടെ യാക്കോബ് ലാബാനെ വിട്ട് അവൻ്റെ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോന്നു, മക്കളെയും അവൻ്റെ പരിവാരങ്ങളുമായിട്ട്. അവരെ പിടിച്ചു കെട്ടി തിരിച്ചു കൊണ്ടുപോകേണ്ടതിന് ലാബാൻ അവൻ്റെ പുറകെ വന്നു. ഒരു രാത്രി ഡിസ്റ്റൻസിൽ, പിറ്റേ പ്രഭാതത്തിൽ അവർക്ക് കാണാനായിട്ട് കഴിയും. ഒരു രാത്രിയുടെ ഇടവേളയിൽ ദൈവം ഇറങ്ങി വന്ന് ലാബാനോട് പറയുന്നു, നീ എൻ്റെ ദാസനായ യാക്കോബിനോട് ഗുണമെങ്കിലും ദോഷമെങ്കിലും പറയാതിരിക്കാൻ സൂക്ഷിച്ചു കൊള്ളണം ലാബാനെ. ഞാൻ നിങ്ങളോട് പറയുന്നു, ഇങ്ങനെ ദൈവം ചിലരോട് കൽപ്പിച്ചത് കൊണ്ടാണ് നമ്മുടെ ജീവിതത്തിൽ ചില പ്രശ്നങ്ങൾ വഴിമാറിപ്പോയത്. ഇങ്ങനെ ദൈവം ചിലരോട് ഇടപെട്ടത് കൊണ്ടാണ് നമ്മുടെ ജീവിതത്തിൽ ചില പ്രശ്നങ്ങൾ ഇറങ്ങിപ്പോയത്. ഇങ്ങനെ ദൈവം ആരോടൊക്കെയോ സംസാരിച്ചത് കൊണ്ടാണ് ഇന്നും നമ്മുടെ കഴുത്തിന് മീതെ നമ്മുടെ തല നിൽക്കുന്നത്. ഇങ്ങനെ ആരോടൊക്കെയോ ദൈവത്തിൻ്റെ ആത്മാവ് സംസാരിച്ചത് കൊണ്ടാണ് നമുക്കിന്നും ചില ജീവിത സാഹചര്യങ്ങളിൽ പിടിച്ചു നിൽക്കാനായിട്ട് കഴിഞ്ഞത്. പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ വന്നു കയറിയ പ്രശ്നങ്ങൾ നമ്മളെ വിഴുങ്ങിക്കളയാൻ പര്യാപ്തമായ വിഷയങ്ങളായിരുന്നു. പലപ്പോഴും നമുക്ക് നേരെ വന്ന രോഗങ്ങൾ, നമുക്ക് നേരെ വന്ന വെല്ലുവിളികൾ, നമ്മുടെ ജീവിതത്തിന് നേരെ വന്ന വലിയ വലിയ പ്രതിസന്ധികൾ, നമ്മുടെ ശുശ്രൂഷാമുഖത്തേക്ക് നമ്മൾ നേരിട്ട ആ വലിയ സംഗതികൾ നമ്മളെ തോൽപ്പിച്ചു കളയാൻ വളരെ പര്യാപ്തമായിരുന്ന വിഷയമായിരുന്നു. പക്ഷേ ഇന്നും നമുക്ക് അതിൻ്റെ മീതെ ഒരു ജയം ദൈവം നൽകിയതിൻ്റെ കാരണം മറ്റൊന്നുമല്ല. അത് നമ്മുടെ പ്രാർത്ഥനയുടെ മിടുക്കോ നമ്മുടെ കഴിവോ നമുക്ക് ദൈവത്തോടുള്ള വിശുദ്ധിയുടെ സംഗതിയുടെ അടിസ്ഥാനത്തിലൊന്നുമല്ല. ദൈവം ആരോടൊക്കെയോ കൽപ്പിച്ചത് കൊണ്ടാണ്. ഞാൻ നിങ്ങളോട് പറയുന്നു, ഇന്ന് നിങ്ങൾ ജീവിതത്തിൽ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾക്ക് നേരെ ദൈവം ചിലരോട് കൽപ്പിക്കാനായിട്ട് പോവുകയാണ്. ഇന്നലകളിൽ ദൈവം അത് ചെയ്തെങ്കിൽ ഇന്നിൻ്റെ നാളിലും ദൈവം അത് ചെയ്യാൻ മതിയായ ദൈവമാണ്. എന്നെ ഏറ്റവും അധികം സന്തോഷിപ്പിച്ചത് പിറ്റേ പ്രഭാതത്തിൽ ഇവർ രണ്ടുപേരും തമ്മിൽ കാണുകയാണ്. യാക്കോബും ലാബാനും തമ്മിൽ കാണുകയാണ്. ഈ തമ്മിൽ കണ്ട ദിവസം ലാബാൻ യാക്കോബിനോട് പറയുന്ന ഒരു വാക്ക് തൊട്ട് താഴെ പറയുന്നുണ്ട് കേട്ടോ. 31:29 അവനോട് പറയുകയാണ്, ലാബാൻ യാക്കോബിനോട് പറയുകയാണ്, നിന്നോട് ദോഷം ചെയ്യാൻ എൻ്റെ പക്കലുണ്ട് യാക്കോബേ. നീ എന്താ വിചാരിച്ചത്? ഞാൻ വന്നിങ്ങനെ സൗമ്യമായി സംസാരിക്കുന്നത് കൊണ്ട് എനിക്ക് നിന്നെ അടിച്ചിടാനോ എനിക്ക് നിന്നെ കീഴ്പ്പെടുത്താൻ കഴിവില്ലെന്നാണോ നീ വിചാരിക്കുന്നത്? അങ്ങനെയൊന്നുമല്ല. എനിക്ക് നിനക്ക് ദോഷം ചെയ്യാൻ എൻ്റെ പക്കലുണ്ട്. പക്ഷെ ഞാനത് ചെയ്യാതിരിക്കുന്നത്, അല്ലെങ്കിൽ ഞാൻ ചെയ്യാൻ എനിക്ക് കഴിയില്ലാതിരിക്കുന്നത് നിന്റെ ദൈവം എന്നോട് പറഞ്ഞത് കൊണ്ടാണ്. ഞാൻ നിങ്ങളോട് പറയുന്നു, നമ്മുടെ ശത്രുക്കൾക്ക് നമ്മുടെ മീതെ ജയം കൊള്ളാനുള്ള നല്ല സാഹചര്യങ്ങളുണ്ട്. ചിലർക്ക് നമ്മളെ കീഴടക്കാനുള്ള നല്ല സാധ്യതകളുണ്ട്. ചില പ്രശ്നങ്ങൾക്ക് നമ്മുടെ തലയ്ക്ക് മീതെ വാഴാനുള്ള നല്ല സാധ്യതകളുണ്ട്, സാഹചര്യങ്ങളുണ്ട്. പക്ഷെ അവകളൊന്നും നമ്മുടെ മീതെ കവിഞ്ഞു നിൽക്കാത്തതിൻ്റെ കാര്യം എന്തുകൊണ്ടാണെന്നറിയാമോ? ദൈവം ആരോടൊക്കെ ഇടപെട്ടത് കൊണ്ടാണ്. ഞാൻ നിങ്ങളോട് പറയുന്നു, ദൈവം നമുക്ക് വേണ്ടിയിട്ട് ഇടപെടാതിരുന്നു എങ്കിൽ എന്തായിരിക്കുമായിരുന്നു നമ്മുടെ അവസ്ഥ? നിശ്ചയമായിട്ടും ഈ പറയുന്നവരെല്ലാം നമ്മളെ സ്വാധീനിച്ച് നമ്മുടെ അഡ്രസ്സ് പോലും ഇല്ലാതാക്കി കളയുമായിരുന്നു. ദൈവം നമുക്ക് വേണ്ടിയിട്ട് സംസാരിക്കാതിരുന്നെങ്കിൽ നിശ്ചയമായിട്ടും ഈ പറയുന്ന പ്രശ്നങ്ങളെല്ലാം നമ്മളെ വിഴുങ്ങിക്കളയുമായിരുന്നു. ദൈവം ആരോടൊക്കെയോ ഇടപെടാതിരുന്നു എങ്കിൽ ഇന്ന് നമ്മുടെ അഡ്രസ്സ് തന്നെ ഭൂമിയിൽ കാണുമായിരുന്നില്ല. ഇങ്ങനെ ഒരു സാഹചര്യത്തിലൂടെ കടന്നുപോയവരാണ് നിങ്ങളെങ്കിൽ ഇന്ന് രാവിലെ ഞാൻ നിങ്ങളോട് പറയുന്നു, കഴിഞ്ഞ നാളുകളിൽ ദൈവം നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഇടപെട്ടെങ്കിൽ ഈ നാളുകളിലും ദൈവം ഇടപെടാൻ മതിയായവനാണ്. ഇന്ന് ഏതെങ്കിലും ഒരു പ്രശ്നത്തിൻ്റെ നടുവിൽ, തലപോകുന്ന ഏതെങ്കിലും ഒരു വിഷയത്തിൻ്റെ നടുവിൽ ആരാനും ഇന്ന് രാവിലെ ദൈവസന്നിധിയിൽ കരഞ്ഞിരിക്കുകയാണോ? ഞാൻ നിങ്ങളോട് വളരെ ഹൃദ്യമായി പറയുന്നു, ദൈവം ആരോടൊക്കെയോ നിങ്ങൾക്ക് വേണ്ടിയിട്ട് സംസാരിക്കാനായിട്ട് പോകുന്നു. ദൈവം ഇതിനകത്ത് ഇടപെട്ടിട്ടില്ല എങ്കിൽ
നാളെ മറ്റൊന്ന് ഭവിക്കും എന്ന് ചിന്തിച്ചിരിക്കുന്ന ആരെങ്കിലുമാണോ ഇന്ന് രാവിലെ ദൈവവചനം കേൾക്കുന്നത്? ഞാൻ നിങ്ങളോട് പറയുന്നു, യാക്കോബിന് വേണ്ടിയിട്ട് ദൈവം ഇടപെട്ടതുപോലെ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഇടപെടാൻ പോകുന്നു സഹോദരങ്ങളെ. ജീവിതത്തിൽ ഏതൊരു പ്രശ്നമാകട്ടെ, ഏതൊരു സങ്കടമാകട്ടെ, ഏതൊരു രോഗമാകട്ടെ, എന്തുമായിക്കൊള്ളട്ടെ, ദൈവം നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഇടപെടുന്ന ഒരു ദിവസത്തിന് വേണ്ടിയിട്ട് കാത്തിരിക്കൂ. ദൈവം നിങ്ങളുടെ ശത്രുക്കളോട് നിങ്ങൾക്ക് വേണ്ടിയിട്ട് സംസാരിക്കുന്ന ഒരു ദിവസത്തിന് വേണ്ടിയിട്ട് കാത്തിരിക്കൂ. ചില അധികാരികളോട് ദൈവം സംസാരിക്കുന്ന ഒരു ദിവസത്തിന് വേണ്ടിയിട്ട് കാത്തിരിക്കൂ. യാക്കോബിന് വേണ്ടിയിട്ട് ദൈവം ചിലരോട് സംസാരിച്ചതുപോലെ, ആ ക്രൂരനായ മനുഷ്യനോട് സംസാരിച്ചതുപോലെ, അവനെ കൊന്നുകളയാൻ തക്കവണ്ണം കരുത്തുള്ള ആ മനുഷ്യനോട് സംസാരിച്ചതുപോലെ, ഞാൻ നിങ്ങളോട് പറയുന്നു, നിങ്ങൾക്ക് വേണ്ടിയിട്ട് ദൈവം ചിലരോട് സംസാരിക്കാൻ പോകുന്നു. നിങ്ങൾക്ക് വേണ്ടിയിട്ട് ദൈവം ചിലരോട് ഇടപെടാൻ പോകുന്നു. നിങ്ങൾക്ക് വേണ്ടിയിട്ട് ചിലരുടെ മനസ്സുകളെ ദൈവം ഇളക്കി മാറ്റാനായിട്ട് പോകുന്നു. അവരെടുത്ത ഡിസിഷനുകളെ, അവരെടുത്ത തീരുമാനങ്ങളെ ദൈവം അട്ടിമറിക്കാൻ പോകുന്നു. ലാബാനോട് ദൈവം ആ രാത്രി ഇടപെട്ടതുപോലെ നിങ്ങളുടെ ശത്രുക്കൾക്ക് നേരെ, അല്ലെങ്കിൽ അവരോട് ദൈവം ഇടപെടാൻ പോകുന്നു. ഈ ജീവിത സാഹചര്യങ്ങളെ മാറ്റിമറിക്കുന്ന വലിയൊരു സാഹചര്യം ജീവിതത്തിൽ വന്നു ഭവിക്കുകയും ദൈവിക അനുഗ്രഹങ്ങൾ നിങ്ങളുടെ കൂടാരത്തിനകത്ത് നിങ്ങൾക്ക് കാണാനായിട്ട് കഴിയും. ദൈവം നിങ്ങൾക്ക് വേണ്ടിയിട്ട് ചിലരോട് സംസാരിക്കാൻ പോകുന്നു. ഈ ദൈവവചനങ്ങളാൽ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.